ക്രോണിക്കൽ ലേണിംഗ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് +1 ഹിസ്റ്ററി ടെസ്റ്റായ ദ തീംസ് ഇൻ വേൾഡ് ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. അതിൻ്റെ പേര് ഫ്രം ദ ബിഗിനിങ് ഓഫ് ടൈം, കാലാരംഭം മുതൽ. ഈ ഒരു ചാപ്റ്റർ നമ്മൾ തുടങ്ങി പകുതി നിർത്തിയിരിക്കുകയാണ്. ആദിമ മനുഷ്യൻ മുതൽ ആധുനിക മനുഷ്യൻ വരെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത്. ഹോമോസാപ്പിയൻസ് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. മനുഷ്യ പരിണാമത്തിൻ്റെ കഥ, ദ സ്റ്റോറി ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ആധുനിക മനുഷ്യൻ്റെ മുൻഗാമികളെ പറ്റിയാണ് പറഞ്ഞത്. പ്രീമെറ്റുകൾ, ഹോമിനോയിഡുകൾ, ഹോമീനിഡുകൾ, ആസ്ട്രലോപിത്തേക്കസ്, ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്റ്റസ്, ഹോമോ സാപ്പിയൻസ് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. മോഡേൺ ഹ്യൂമൻ ബീങ്സ് ആയിട്ട് കണക്കാക്കുന്നത് ഹോമോ സാപ്പിയനുകളെയാണ്. ആഫ്രിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഈ ഒരു ഉപവിഭാഗത്തിൻ്റെ ഫോസിലുകൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇത് പ്രകാരം മനുഷ്യോൽപത്തിയുടെ കേന്ദ്രം ഏതാണെന്ന ചോദ്യം ഉയർന്നു വന്നു. ആഫ്രിക്കയാണോ അതോ ലോകത്തിലെ മറ്റ് പ്രദേശങ്ങളിലാണോ മനുഷ്യർ ആദ്യമായി ഉത്ഭവിച്ചത് എന്നൊരു ചോദ്യം പണ്ഡിതന്മാർക്കിടയിൽ എന്ന് പറയുന്നത് ഉയർന്നു വന്നു. ആധുനിക മനുഷ്യരുടെ ഉത്ഭവസ്ഥലം ഏതാണെന്ന പ്രശ്നം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. ഇതിനെ സംബന്ധിച്ച് രണ്ട് വിരുദ്ധ വീക്ഷണങ്ങൾ പണ്ഡിതന്മാർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. പ്രാദേശിക തുടർച്ചാ മാതൃകയും ഏകോൽപത്തി മാതൃകയും, റീജിയണൽ കണ്ടിന്യൂറ്റി മോഡലും റീപ്ലേസ്മെൻറ്റ് മോഡലും. ഇനി നമ്മൾ ഈ രണ്ട് വീക്ഷണങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്. പണ്ഡിതന്മാർക്കിടയിൽ മനുഷ്യർ ഉത്ഭവിച്ചത് എവിടെയാണ് എന്നതിനെപ്പറ്റി തർക്കങ്ങളുണ്ടായി. ഈ തർക്കങ്ങൾ പ്രകാരം രണ്ട് വീക്ഷണകോണുകളുള്ള പണ്ഡിതന്മാർ ഉണ്ടായിരുന്നു. ആ രണ്ട് വീക്ഷണങ്ങളാണ് പ്രാദേശിക തുടർച്ചാ മാതൃകയും ഏകോൽപത്തി മാതൃകയും. റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ, പ്രാദേശിക തുടർച്ചാ മാതൃക. ആധുനിക മനുഷ്യൻ ഉത്ഭവിച്ചത് പല പ്രദേശങ്ങളിലാണെന്നാണ് ഈ ഒരു മാതൃക പറയുന്നത്. പല പ്രദേശങ്ങളിലുള്ള ഹോമോസാപ്പിയൻസ് ക്രമേണ ആധുനിക മനുഷ്യരായി പരിണമിച്ചുവെന്ന് ഇതിൻ്റെ വക്താക്കൾ വാദിച്ചു. പ്രാദേശിക തുടർച്ചാ മാതൃകയെ അനുകൂലിക്കുന്ന പണ്ഡിതന്മാരുടെ പ്രധാനപ്പെട്ട വാദഗതികളാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത്തത്, ആധുനിക മനുഷ്യന്റെ വളർച്ചയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ പല ഭാഗങ്ങളിലാണ് നിലനിന്നിരുന്നത്. അതിനാൽ ഹോമോസാപ്പിയൻസ് പല ഭാഗങ്ങളിലാണ് ഉത്ഭവിച്ചത് എന്നതാണ് പ്രാദേശിക തുടർച്ചാ മാതൃകയുടെ വക്താക്കൾ ആദ്യമായി പറയുന്നത്. രണ്ടാമത് അവർ പറയുന്നത്, ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആധുനിക മനുഷ്യർ തമ്മിൽ പ്രഥമ ദൃഷ്ട്യാ വ്യത്യാസങ്ങളുണ്ട്. അവരുടെ രൂപവും അതുപോലെ തന്നെ പ്രകൃതവും ശാരീരിക സവിശേഷതകളും തമ്മിൽ വ്യത്യാസമുണ്ട്. പല പ്രദേശങ്ങളിൽ ഉത്ഭവിച്ചത് കൊണ്ടാണ് ഇത്തരത്തിൽ മനുഷ്യർക്കിടയിൽ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായി എന്നാണ് പ്രാദേശിക തുടർച്ചാ മാതൃകയുടെ വക്താക്കൾ പറയുന്നത്. മൂന്നാമതായി അവർ പറയുന്നത്, ഒരേ പ്രദേശങ്ങളിൽ തന്നെ താമസിച്ചിരുന്ന മനുഷ്യ വിഭാഗങ്ങൾക്കിടയിൽ തന്നെ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. ഉദാഹരണത്തിന് ഇപ്പോഴത്തെ മനുഷ്യരുടെ സവിശേഷതകളിലുള്ള പ്രാദേശിക വ്യത്യാസങ്ങളാണ് ഈ വാദഗതിയുടെ അടിസ്ഥാനം. നാലാമതായിട്ട് ഈ പ്രാദേശിക തുടർച്ചാ മാതൃകയുടെ വക്താക്കൾ പറയുന്നത്, ഒരേ പ്രദേശത്ത് തന്നെ അധിവസിച്ചിരുന്ന ഹോമോ ഇറക്റ്റസ്, ഹോമോ ഹൈഡൽബെർഗൻസീസ് എന്നീ ജനതകൾ തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ട്. അഞ്ചാമതായി പ്രാദേശിക തുടർച്ചാ മാതൃകയുടെ വക്താക്കൾ പറയുന്നത്, എത്യോപ്യ, മൊറോക്കോ, ആസ്ട്രേലിയ, ബോർണിയോ, ഫ്രാൻസ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള ആധുനിക മനുഷ്യന്റെ ഫോസിലുകൾ അവ വ്യത്യസ്ത കാലഘട്ടത്തിലുള്ളവയാണെന്ന് സൂചിപ്പിക്കുന്നു. ഇത് മനുഷ്യർ പല പ്രദേശങ്ങളിലാണ് ഉത്ഭവിച്ചത് എന്നത് ആണ് കാണിച്ചു തരുന്നത്. ഇതാണ് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ അഥവാ പ്രാദേശിക തുടർച്ചാ മാതൃക എന്ന് പറയുന്നത്. ഈ ഒരു മാതൃകയിൽ പറയുന്നത്, മനുഷ്യൻ എന്ന് പറയുന്നത് ഉത്ഭവിച്ചത് ഒരു ഏകകേന്ദ്രം അഥവാ ആഫ്രിക്കയിൽ മാത്രമല്ല എന്നാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യൻ ഉത്ഭവിക്കുകയും പിന്നെ മനുഷ്യൻ്റെ ഇടയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ രൂപം കൊള്ളുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെടുത്താൽ മനുഷ്യർ തമ്മിൽ വിവിധ തരത്തിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ സംസ്കാരത്തിലും ഭാഷയിലുമൊക്കെ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ മനുഷ്യൻ എന്ന് പറയുന്നത്
പല പ്രദേശങ്ങളിൽ ഉത്ഭവിച്ചത് കൊണ്ടാണ് മനുഷ്യർക്കിടയിൽ ഇത്തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ടായത് എന്നാണ് പ്രാദേശിക തുടർച്ചാ മാതൃകയുടെ വക്താക്കൾ പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് രണ്ടാമത്തെ വിരുദ്ധ വീക്ഷണമാണ് റീപ്ലേസ്മെന്റ് മോഡൽ അഥവാ ഏകോൽപത്തി മാതൃക. ഇതിന്റെ വക്താക്കൾ പ്രധാനമായിട്ടും പറയുന്നത് മനുഷ്യൻ രൂപം കൊണ്ടത് ഒരു ഏകപ്രദേശത്ത് എന്നാണ്, അഥവാ മനുഷ്യൻ രൂപം കൊണ്ടത് ആഫ്രിക്ക എന്ന പ്രദേശത്തെന്നാണ് ഇതിന്റെ വക്താക്കൾ വ്യക്തമാക്കുന്നത്. ആഫ്രിക്കയിൽ നിന്നാണ് മനുഷ്യർ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചത്. അങ്ങനെ ആഫ്രിക്കയിൽ നിന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ എത്തിച്ചേർന്ന പഴയ മനുഷ്യരുടെ സ്ഥാനത്ത് ക്രമേണ ആധുനിക മനുഷ്യർ പ്രത്യക്ഷപ്പെട്ടുവെന്ന് ഈ സിദ്ധാന്തത്തിന്റെ വക്താക്കൾ വാദിക്കുന്നു. പ്രധാനമായിട്ടും ഈ ഒരു സിദ്ധാന്തത്തിന്റെ വക്താക്കൾ ഉന്നയിക്കുന്ന വാദഗതികളാണ്. ഒന്നാമതായിട്ട് അവർ പറയുന്നത് ആധുനിക മനുഷ്യരുടെ ജനിതകവും അതുപോലെ തന്നെ ശരീരശാസ്ത്രപരമായിട്ടുള്ള ഏകത മനുഷ്യർ ഒരു ഏകകേന്ദ്രത്തിൽ ഉത്ഭവിച്ചു എന്നതിന് തെളിവാണ്. ആധുനിക മനുഷ്യരിൽ കാണുന്ന എണ്ണമറ്റ സാദൃശ്യങ്ങളുടെ പ്രധാന കാരണം അവർ ആഫ്രിക്ക എന്ന ഏക കേന്ദ്രത്തിലെ ജനങ്ങളിൽ നിന്നും ഉത്ഭവിച്ചത് കൊണ്ടാണെന്നാണ് ഈ ഒരു മാതൃക ചൂണ്ടിക്കാണിക്കുന്നത്. രണ്ടാമതായിട്ട് അവർ പറയുന്നത് ആധുനിക മനുഷ്യരുടെ ആദ്യ ഫോസിലുകൾ ലഭിച്ചത് ആഫ്രിക്കയിൽ നിന്നാണ്. ഇതിന് ഏകദേശം 5.6 ദശലക്ഷം വർഷം പഴക്കമുണ്ട്. എന്നാൽ ആഫ്രിക്കയുടെ പുറത്തു നിന്നും ലഭിച്ച ഫോസിലിന് 1.8 ദശലക്ഷം വർഷം മാത്രമാണ് പഴക്കമുള്ളത്. മൂന്നാമതായിട്ട് ഈ ഒരു സിദ്ധാന്തത്തിന്റെ വക്താക്കൾ വ്യക്തമാക്കുന്നത് ആധുനിക മനുഷ്യർക്കിടയിലെ ശാരീരിക വ്യത്യാസങ്ങൾ അവർ കുടിയേറിയത് കൊണ്ടും അതുപോലെ തന്നെ ഒരു പ്രദേശത്ത് ഇണങ്ങി ചേർന്നതിന്റെ ഫലമായി അവർക്കിടയിൽ ഉണ്ടായത് എന്നാണ് ഈ ഒരു സിദ്ധാന്തത്തിന്റെ വക്താക്കൾ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ റെബേക്ക ക്യാൻ, ലീക്കെ ദമ്പതിമാർ, ഡൊണാൾഡ് ജോഹൻസൺ എന്നിവരുടെ പഠനങ്ങളും ഉത്ഖനനങ്ങളും ഈ ഒരു ഏകോൽപത്തി മാതൃകയാണ് ശരിവെക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ഒരു റീപ്ലേസ്മെന്റ് മോഡൽ എന്ന് പറയുന്നത് ഇതിന്റെ വക്താക്കൾ പ്രധാനമായിട്ടും പറയുന്നത് മനുഷ്യൻ ഉത്ഭവിച്ചത് ഭൂമിയുടെ ഒരു ഏക പ്രദേശത്താണ്, അഥവാ ആഫ്രിക്കയിലാണ് മനുഷ്യൻ ഉത്ഭവിച്ചത് എന്നാണ് ഇതിന്റെ വക്താക്കൾ പറയുന്നത്. ആഫ്രിക്കയിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യൻ കുടിയേറിയതിന്റെ ഭാഗമായിട്ട് അവരുടെ ജീവിതത്തിലും സംസ്കാരത്തിലും ഒക്കെ പലതരത്തിലുള്ള മാറ്റം രൂപം കൊണ്ടു എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ശാസ്ത്രീയപരമായിട്ടും ഇതിന് തെളിവുണ്ട്. ആഫ്രിക്കയിൽ നിന്നും ലഭിച്ച ഫോസിലിനാണ് ഏറ്റവും കൂടുതൽ വർഷം പഴക്കമുള്ളത്. ഇതും ഈ ഒരു മാതൃകയെ ശരിവയ്ക്കുന്ന ഒന്നാണ്. ഇത്രയുമാണ് ഈ രണ്ട് വീക്ഷണങ്ങളും ഉള്ളത്. ഇന്ന് പ്രധാനമായിട്ട് നോക്കിയത് പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന രണ്ട് വിരുദ്ധ വീക്ഷണങ്ങളാണ്. മനുഷ്യൻ എവിടെയാണ് ഉത്ഭവിച്ചത് എന്നതിനെ പറ്റി പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് തരത്തിലുള്ള വാദഗതികൾ ഉയർന്നു വന്നു. ഒന്നാമത്തത് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ അഥവാ പ്രാദേശിക തുടർച്ചാ മാതൃകയും, രണ്ടാമത്തത് റീപ്ലേസ്മെന്റ് മോഡൽ അഥവാ ഏകോൽപത്തി മാതൃകയും. പ്രാദേശിക തുടർച്ചാ മാതൃകയിൽ പ്രധാനമായിട്ടും പറയുന്നത് ആധുനിക മനുഷ്യൻ ഉത്ഭവിച്ചത് പല പ്രദേശങ്ങളിലാണെന്നാണ് പറയുന്നത്. എന്നാൽ ഏകോൽപത്തി മാതൃകയിൽ പറയുന്നത് ആധുനിക മനുഷ്യൻ ഉത്ഭവിച്ചത് ഏകപ്രദേശം അഥവാ ആഫ്രിക്കയിലാണെന്നാണ് ഈ ഒരു മാതൃക പറയുന്നത്. ഈ രണ്ട് മാതൃകകളും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് വീണ്ടും കാണാം. അതറിയുന്നതിനായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.